നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യൂണിവേഴ്സൽ പവർ ട്രെയിനറും അതുപോലെ ബിസിനസ്സുകാരുടെ മെന്ററുമായ ബെന്നി സാറാണ്. നമസ്കാരം സർ. സർ, ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിലും അവര് നമ്മൾ സ്റ്റാഫിനോടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിന്റെ ഡീലിങ്സിലുള്ള ആളുകളോടാണെന്നുണ്ടെങ്കിലും ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ ചില സ്റ്റാഫ്സിന് തോന്നും അവരുടെ ഹെഡ് അയ്യോ ആള് ഭയങ്കര ഇതാണ്, നമുക്കിപ്പോ ആ ബിസിനസിനെ പറ്റി എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതങ്ങനെയല്ല ഇങ്ങനെയാന്ന് ഒപ്പീനിയൻ പറയണമെന്നുണ്ടെങ്കിലും ചില സ്റ്റാഫ് തുറന്നു പറയും ഒപ്പീനിയൻ. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ സ്റ്റാഫിനുണ്ടെങ്കിലും അത് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ അങ്ങനെ തോന്നാത്ത വിധത്തില് അന്നാല് ബിസിനസ് ചെയ്യുന്ന ആളോട് റെസ്പെക്ട് ഉണ്ടാവുകയും വേണം, ഓപ്പൺ ആയിട്ട് നമുക്കുള്ള ഐഡിയാസ് പറയാനും പറ്റണം. അങ്ങനെ രീതിയിൽ ഒരു ബിസിനസ് കൊണ്ടുപോകാനായിട്ട് ഒരു ബിസിനസ്സുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഓക്കെ, ഇതിപ്പോ ബിസിനസ്സിൽ നിന്നല്ല ഏതൊരു മനുഷ്യനും ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഒരു ബിസിനസ്സുകാരൻ ഒരു വലിയ പ്രസ്ഥാനമായി മാറണത് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഓണറായി മാറണത് ശരിക്കും ഒരു വ്യക്തിയിൽ നിന്നാണ്. ഒരു വ്യക്തിയാണ് ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റിന്റെ MD ആണതും അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് പേഴ്സൺ ആണോ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു വ്യക്തി ബ്രാൻഡഡ് പേഴ്സൺ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഓണർ ആണെങ്കിലും ഒരു ലീഡർ ആണെങ്കിലും മറ്റുള്ളവരുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുണ്ടാകും. മനസ്സിലായോ? അപ്പം മറ്റുള്ളവരുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനെ ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും എല്ലാം നല്ല സ്മൂത്തായിട്ടും സക്സസ്ഫുള്ളായിട്ടും വരുള്ളൂ. അതിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറായാലും അതെ, പൊസിഷനിൽ നിൽക്കുന്ന ആളായാലും അതെ, ശമ്പളത്തിൽ നിൽക്കുന്ന ആളായാലും ഒരു വ്യക്തി എന്നുള്ള നിലയിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യർക്ക് നിരവധി നന്മകളുണ്ട്, കുറവുകളുമുണ്ട്. എല്ലാം തികഞ്ഞവരായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെയില്ല. അപ്പോൾ ഒരാളുടെ കഴിവിനെ പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഒരു ബിസിനസ് ഓണർ അവർക്ക് കുറച്ച് സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫ് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണവരാണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിലും ആ ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ അതിനുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവിനെ പുറത്തേക്ക് ഇടണം. അതിനെന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും കാണാതെ മറ്റുള്ളവരുടെ പ്ലസ് അഥവാ നന്മ കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആദ്യം ഉണ്ടാവണം. കാരണം ആരും കുറഞ്ഞവരായിട്ട് വന്നില്ല, അല്ലെങ്കിൽ കുറവുള്ളവരായിട്ട് ജനിക്കുന്നില്ല, സാഹചര്യം കൊണ്ട് ആയിപ്പോണതാണ്. അപ്പോൾ ഒരാളുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അവരുടെ കഴിവ് കാണാനുള്ള മൈൻഡാണ് ഉണ്ടാകുന്നത്, പ്ലസ് കാണാനുള്ള മൈൻഡ് ഉണ്ടാകും. ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിച്ചിട്ട് അയാളെ പബ്ലിക്കായിട്ട് ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളെ കുറ്റം പറയുന്നു, എപ്പോൾ കണ്ടാലും അയാളുടെ പോരായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും ആ ഒരു കണക്ട് ചെയ്യുന്ന ആളായിട്ട് ഒരു വൈബ് പോസിറ്റീവ് ഉണ്ടാവില്ല, വൈബ് നെഗറ്റീവ് ആയിരിക്കും. ഏത് ബിസിനസ്സിലാണെങ്കിലും ഒരു വ്യക്തി എന്നുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യണമെങ്കിൽ പോലും ഇത് വളരെയധികം ബാധകമാണ്. ഒരാളുടെ കുറവുകൾ പറയാണ്ട് അയാളുടെ നന്മകൾ കണ്ടെത്തി ആ നന്മകളെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുള്ളവനാണ് നേതാവാണ്. അപ്പം അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരാളുടെ നെഗറ്റീവ് പറയാണ്ട് പ്ലസ് പറയാമെന്നുള്ള, തെറ്റെന്താണെന്ന് പറയാണ്ട് ശരി എന്താണെന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായി? അപ്പോൾ ഒരാളൊരു മിസ്റ്റേക്ക് കാണിച്ച് കഴിയുമ്പോൾ നീ അത് ചെയ്ത് ശരിയല്ല, അത് ഭയങ്കര മോശമായി പോയി, അത് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് മോശമായി പോയി അത് മോശമായി പോയി എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് അയാൾക്ക് അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുള്ളൂ. അതിന് പകരം എന്താ പറയുക, ഓക്കെ അത് ഒന്ന് കുഴപ്പമില്ല, നമ്മൾ ഇന്ന കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളങ്ങനെ നമ്മളെ ഡീലിങ് പോലെയാണ്. ഇപ്പോൾ ഞാൻ പറ്റും ഒരു കൊച്ചുകുട്ടിനോട് തന്നെ നമ്മൾ ഷൗട്ട് ചെയ്ത് പറയുമ്പോൾ ആ കൊച്ചുകുട്ടി പിടിവാശി കാണിക്കണുണ്ട്, അപ്പം തന്നെ പ്രതികരിക്കും, റിയാക്ട് ചെയ്യും, ഞങ്ങൾക്ക് അനുസരിക്കൂലെന്ന് പറയും. മുതിർന്നവരെന്താ ചെയ്യണം? അവരുടെ നിവൃത്തികേട് കൊണ്ട് അതൊക്കെ അനുസരിക്കുകയാണ്, പക്ഷെ ഉള്ളിൽ അവരെ ഓപ്പോസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. കൊച്ചുകുട്ടി ഒറിജിനൽ പുറത്തോട്ട് കാണിക്കും. അത് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ എന്ന് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ അത് തന്നെ ചെയ്യും, ഇല്ലേ? കാരണം കൊച്ചുകുട്ടി നിഷ്കളങ്കനായതുകൊണ്ട് അത് ഉറപ്പായിട്ടും പുറത്ത് അത് തന്നെ റിഫ്ലക്ട് ചെയ്യും. മുതിർന്ന ആളിങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോഴേക്കാളും മിണ്ടാണ്ടിരിക്കുന്ന അകത്ത്. പക്ഷെ അയാൾക്ക് ഒരിക്കലും ആത്മാർത്ഥത ഉണ്ടാവില്ല. അയാൾക്ക് ആരാണ് ഈ ഫയർ ചെയ്ത ആള് അയാളോട് അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കണം, മാനേജർ ആയിക്കോട്ടെ, പൊസിഷനിലുള്ളായിക്കോട്ടെ, ഏത് ബിസിനസ്സിൽ നിലനിർത്തിയിരിക്കുന്ന ആളായിക്കോട്ടെ, ആ അയാളോടുള്ള അറ്റാച്ച്മെന്റ് ഉള്ള വൈബ് നെഗറ്റീവ് ആയിരിക്കും. അവർ പുറമേ കാണിക്കണമെന്നേ ഉള്ളൂ, പക്ഷേ അവർക്ക് ഒരിക്കലും ഒരു അട്രാക്ഷൻ അവരോട് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ബാഡ് എനർജി എല്ലാം ഈ ബിസിനസ്സിനെ ബാധിക്കും, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ ബാധിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി കണക്ട് ചെയ്യുന്ന ആൾക്കാരിലെല്ലാം, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു മാനേജറായാലും ബിസിനസ് ഓണർ ആണെങ്കിലും ഈ സ്റ്റാഫുകളോടും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനത്തെ ഒരു ഡീലിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ആ ആളുടെ ജീവിതത്തിന് എല്ലാം ഇത് ബാധിച്ചുകൊണ്ടിരിക്കും. കാരണം മനുഷ്യർക്ക് ഇപ്പോൾ അറിയാത്തൊരു കാര്യമാണ് അവൻ ജീവനുള്ള അവൻ്റെ അകത്തൊരു വലിയ പവർ ഉണ്ട്. ഈ പവർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പം ഈ നെഗറ്റീവായിട്ടുള്ള വൈബ് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറയും, പക്ഷെ അവൻ്റെ ഉള്ളിലുണ്ടാവും ഇയാൾ മുരടനാണ്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയും, എല്ലാം ഡീസൻ്റ് ആയിരിക്കും, പക്ഷെ ഉള്ളിലുള്ള വൈബ് എന്താ? അയാളെ കുറിച്ച് നെഗറ്റീവാണ്. അപ്പം എന്തുകൊണ്ടാണ് ആ നെഗറ്റീവ് വന്നത്? അയാൾ ഇട്ട് കൊടുത്തത് നെഗറ്റീവാണ്. അയാൾ ഇയാളുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം.
അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ഉദാഹരണം പറയാം, ഇപ്പം ഹിന്ദിക്കാർ, ഇവിടെ ഹിന്ദിക്കാരാണല്ലോ കൂടുതലും വർക്ക് ചെയ്യുന്നത്, അത് ബംഗാളികൾ. ഈ ബംഗാളി ഇപ്പം എൻ്റെ വീട്ടിൽ ട്രസ്റ്റ് വർക്ക് ചെയ്യുന്നത്, ട്രസ്റ്റ് വർക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു മലയാളിയാണ്. നല്ല അടിപൊളിയായിട്ട് വെൽഡിങ്ങിൻ്റെ മൈന്യൂട്ട് ആയിട്ട് ക്വാളിറ്റിയിലാണ് ചെയ്യണം, പെർഫെക്റ്റ് വർക്ക്. അപ്പം മുതലാളിയായിട്ട് ഒരാളുണ്ട്, ആ പുള്ളി ഇങ്ങനെ വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ അയാൾ ചെയ്യുമെന്നാണ്, അയാൾ വെൽഡറാണ്. അപ്പം ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ പോണേണ, ഏൽപ്പിച്ചിട്ട് പോണേണ്. അപ്പം നിങ്ങൾ പോണേണ. അപ്പോൾ പറഞ്ഞു അതെ. അല്ല ഇത് ഇയാൾക്ക് ചെയ്യാൻ അറിയാൻ പറ്റുമോ? കാരണം ആദ്യം ഞാൻ വിചാരിച്ചു മലയാളി എന്നാണ്, ബംഗാളിയാണെന്നാണ്. അപ്പം എൻ്റെ മൈൻഡിൽ അവൻ എന്നേൽ നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എന്താണ് അവിടെ ആ ബംഗാളി അത്രയും പക്കയായിട്ട് ചെയ്യുന്ന ആളായിട്ട് മാറിയെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ മുതലാളിയുടെ ഡീലിങ് അവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി തന്നെയാണ്. അപ്പം ഈ ഹിന്ദിക്കാരെന്ന് പറയുമ്പോൾ ആദ്യം ചെറുതായിട്ടൊരു വെൽഡിങ് അറിയാവുന്ന ആളാണ്. എന്നാൽ ആളുടെ കേട്ടോട്ടാ. പിന്നെ അസിസ്റ്റൻ്റായിട്ട് ഒരാളുണ്ട്, അയാളുടെ അടുത്ത സ്റ്റെയർ കേസ് മോളോട്ട് കണ്ട അവിടെ ഒരു കൈവിരിവിൽ ഒരു സാധനം കൂടി വെൽഡ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അവൻ ചെയ്തത് തെറ്റാ, അളവൊക്കെ തെറ്റാ. ഈ അളവ് തെറ്റിയത് കണ്ടുപിടിക്കണ ആരാ? ഈ പെർഫെക്റ്റ് ആയിട്ട് പണിയണ ബംഗാളിയില്ല. അവൻ വന്നിട്ട് പറഞ്ഞു ഇതെന്താ കാണിച്ചത്, ഇത് തെറ്റാണ്, അഴിക്ക് രണ്ടാമത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്ന് കരുതി ആ തെറ്റ് പറ്റിയ ആളില്ലേ, ആ തെറ്റ് പറ്റിയ ആളെ കുറ്റപ്പെടുത്താണ്ട് അയാളെ മീൻസ് ആ ഹിന്ദിക്കാരൻ ശരിക്കും അവനെ ഭയങ്കര വഴക്കൊന്നും പറഞ്ഞതില്ല. അയ്യോ ഇടാ അത് അളവ് തെറ്റാണ്, അതൊന്ന് അയച്ചിട്ട് രണ്ടാമത് ചെയ്യുന്നത് നല്ല രീതിയിലാണ് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടാമത് പിന്നെ ചെയ്തപ്പോൾ പെർഫെക്റ്റ് ആയി അവിടെ. അപ്പോൾ അവിടെ അവനെ വേണമെങ്കിൽ ഫയർ ചെയ്യാം. നീ എന്താ കാണിച്ചു വെച്ചാൽ ഇങ്ങനെയാണ് ചെയ്യണോ മറ്റാണോ എന്ന് പറയുമ്പോൾ അവൻ അവിടെ ഡീലിംഗ് പ്രശ്നമായി. രണ്ട് രീതിയിൽ പറയാൻ പറ്റും. അപ്പം എന്താന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കഴിവ് കുറവുള്ള ആൾ അല്ലെങ്കിൽ പോരായ്മയുള്ള ആൾ അല്ലെങ്കിൽ പങ്ക്ച്വലില്ലാത്ത ഒരാൾ, അതായത് ഒരാൾ എല്ലാം തികഞ്ഞവരായിട്ട് വന്നോന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ട്രാൻസ്ഫോമറായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയുക മാറ്റം വരുത്താൻ, അവരിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അവരെ കണ്ടീഷനിങ് ചെയ്ത് അവരുടെ ആ കുറവുകൾ മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. അതല്ലാണ്ട് അവരിൽ ഇന്ന കുറവുണ്ട് പോരായ്മയുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നീ അത് ശരിയല്ല, നീ ചെയ്യണം, നീ ഇത് ശരിയല്ല, നീ ഇങ്ങനെയല്ല സംസാരിക്കണം, നീ അങ്ങനെയല്ല സംസാരിക്കണം, കഷ്ടപ്പാട് സംസാരിക്കണമെങ്കിൽ അങ്ങനെയല്ല. അങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഈ പറയുന്ന ആളുടെ വൈബ് തന്നെ നെഗറ്റീവ് ആയിക്കണം, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ വൈബ് നെഗറ്റീവ് ആയി. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളോ. എന്നിട്ട് പറയണ എൻ്റെ പ്രസ്ഥാനം ഡെവലപ്പ് ചെയ്യണം, എന്നിട്ട് എൻ്റെ പ്രസ്ഥാനത്തിൽ പ്രശ്നമുണ്ടെന്ന് പറയണം. അപ്പം നമ്മൾ എനർജി എന്ന് പറയുന്നത് നിസ്സാര സാധനമല്ല, അത് എല്ലാവരിലും ഈക്വലായിട്ട് വർക്ക് ചെയ്യുന്ന സാധനം. നമ്മൾ എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കണം അതനുസരിച്ച് അവർ. അപ്പോൾ ഒരു മാനേജർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് MD എന്ന് പറയുമ്പോൾ ആ MD ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാം ഇത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വർക്ക് ചെയ്യും. പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ നന്മ കാണുന്ന മൈൻഡ് തന്നെ ഉണ്ടാവണം. എത്ര കുറവുണ്ടെന്ന് പറയുന്ന ആളിലും കുറേ അധികം നന്മകളുണ്ട് ശരി. അപ്പോൾ അവരുടെ നന്മ കണ്ടെത്തിയിട്ട് ആ നന്മനെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരുടെ കുറവുകൾ മാറ്റാനുള്ള മൈൻഡ് വരും. ഇപ്പോൾ കൊച്ചുകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ കൊച്ചുകുട്ടീനോട് നമ്മളെ ഷൗട്ട് ചെയ്യാണ്ട് ഇങ്ങനെ പറഞ്ഞു വെക്കും, മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടാ, ഇനി അങ്ങനെ ചെയ്യരുതേ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മോൻ്റെ കൈ ഇതായി പോവില്ലേ. അപ്പോൾ അങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞു നോക്കാം, കൊച്ചുകുട്ടി ചെയ്യൂല. ശ്രദ്ധിച്ചിട്ടുണ്ടാ? ആ സമയം ഇന്നോട് പറഞ്ഞിട്ടില്ല അത് ചെയ്യരുന്നു. അപ്പം പിടിവാശി അത് തന്നെ ചെയ്യാം. നല്ല രീതിയിൽ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഒരു മീൻസ് ഒരു കുട്ടി, എനിക്ക് പരിചയമുള്ളൊരു കുട്ടി എന്ന് വിചാരിച്ചു. കുട്ടി ഇതുപോലെ ഒരു ഇൻസിഡൻറ്റാണ്, കൊച്ചിനെ അറിയില്ലല്ലോ, 3 വയസ്സുള്ള കൊച്ചി. ആ കൊച്ചിൻ്റെ കയ്യിൽ ആ കൊച്ചിൻ്റെ പപ്പ വന്നിട്ട് ഒരു 100 രൂപ കൊടുത്ത് 2 കൊടുക്കലിട്ടോളം പറഞ്ഞു. അപ്പോൾ ഇത് ആരും എന്നാന്ന് പറഞ്ഞപ്പോൾ ഏതോ കൊച്ചിന് ഇഷ്ടപ്പെടാത്ത ആരോടും കൊടുത്തേക്കണം. അവിടെ വരുമ്പോൾ കൊച്ചിന് മീൻസ് എന്തോ എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ ആ പൈസ ഉടനെ ഞങ്ങളുടെ എടുത്തിട്ട് കിരിപ്പുറത്ത് കളഞ്ഞു. കൊച്ചിനറിയില്ല. അപ്പോഴത്തേക്കും അന്നേരം എല്ലാവരും വഴക്ക് പറഞ്ഞു, അങ്ങനെ ചെയ്യാമോ, അങ്ങനെ അടിയോ കൊടുത്തു. മനസ്സിലായ? അപ്പോൾ ശരിക്കും ആ കൊച്ചിൻ്റെ മൈൻഡിൽ അത് എതിർ മൈൻഡ് വരുള്ളൂ. പക്ഷെ ഞാൻ കൊച്ചിനോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിങ്ങനെ അങ്ങനെ ഞാൻ ഈ സംഭവം എന്നോട് പറയാനുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ആ പൈസ അങ്ങനെ തരുമ്പോൾ അത് കീറിക്കളയരുത്, കാരണം ആ പൈസ നമുക്ക് കുറേ കാര്യങ്ങൾ ഗുണമുള്ളതാണ്. ഇപ്പം മോന് കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കണല്ലേ, ആ കളിപ്പാട്ടം വാങ്ങിക്കണം ഈ പൈസ കൊടുത്തിട്ടാണ്, മോന് ഫുഡ് കിട്ടണില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആര് പൈസ തന്നാലും അതങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യരുതിട്ടാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിന് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പിന്നീട് എന്നെ കാണുമ്പോൾ പറഞ്ഞു, അതെ ഞാൻ പൈസ ഇപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കലുണ്ട് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യർ മുതിർന്ന മനുഷ്യരാകുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സാഹചര്യമുള്ളവരാകുമ്പോൾ അവർ പുറമേ അത് കാണിക്കണമെന്നേ ഉള്ളൂ. അവരുടെ മൈൻഡിൽ അവർ പോലും അറിയാണ്ട് നെഗറ്റീവ് വൈബ്രേഷൻ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതായത് ഒരാളുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് ബിസിനസ്സുകാരനും ലീഡറും മെൻറ്ററും എല്ലാം ആകണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് നിരവധി കുറവുകളുള്ള നെഗറ്റീവുള്ള ആൾക്കാരായിട്ടാണ്. നമ്മൾ ചിലപ്പോൾ ഇന്ന് ഭയങ്കര എല്ലാം തികഞ്ഞ ആളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നാം. നമുക്ക് കുറേ അറിവുകളുണ്ട്, നോളജ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു കുറേയധികം എക്സ്പീരിയൻസ് വെച്ച് കുറേ ബിൽഡിങ് എന്താ പറയുക ബിസിനസ് ബിൽഡ് ചെയ്യാൻ കഴിവുള്ള ആളൊക്കെ ആയിരിക്കും. പക്ഷെ എന്ന് കരുതി നമ്മളുടെ റേഞ്ചിലല്ലാത്ത നിരവധി ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ വർഷങ്ങളോളം നമ്മൾ നിന്നിട്ടും മാറ്റം വരാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ചേഞ്ച് വന്നില്ലെങ്കിൽ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കും.
നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് അവർക്ക് ചേഞ്ച് വരുന്നില്ലെങ്കിൽ നമ്മളുടെ കുഴപ്പം തന്നെയാണെന്ന് വിചാരിക്കും. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ കുറവ് കാണുന്ന രീതി, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ട്. എവിടെ ചെന്നാലും ആളുകളുടെ കുറവുകളും കുറ്റങ്ങളും മാത്രം ശ്രദ്ധിക്കണമായി. ഒരു കല്യാണ വീട്ടിൽ പോയി ഒരു പരിചയമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. ഒരാളെ പുതിയതായിട്ട് പരിചയപ്പെടുന്നത് പുള്ളി അതിൽ ചാടണമെന്ന് തോന്നല്ലേ, മനസ്സിലായോ? അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം കല്യാണ വീട്ടിൽ തന്നെ എന്താ ചെന്നാലുണ്ടാണ്, ഓ ഈ പെണ്ണിനേലും നല്ല പെണ്ണ് അവന് കിട്ടിയാനേട്ടാ, അങ്ങനെ പറയും. ഓരോന്നിടത്ത് പോയിക്കോട്ടോ, എന്തെങ്കിലും പറയാണ്ട് പിന്നെ സമാധാനമില്ല. കാരണം ഇങ്ങനത്തെ ഒരു ഹാബിറ്റായി പോയി. അല്ലെങ്കിൽ പറയും, അതേ എന്തോരം സ്വർണ്ണം ഇട്ടേക്കാം, ഇതൊക്കെ ആവശ്യമുണ്ട്, ഇങ്ങനെ പറയും. എന്നാൽ സ്വർണ്ണമൊന്നും ഇട്ടില്ല, ഒരു മാലാതിൽ ഒന്ന് ആലോചിച്ചു, താലി ഇത്രയൊക്കെ പൈസ ഇല്ലാണ്, ഒരു താലിമാല മാത്രം ഇട്ടേ, ഇങ്ങനെ പറയും. അല്ലെങ്കിൽ ഫുഡ് എല്ലാം കൊള്ളാം, പക്ഷെ ഫുഡിൻ്റെ ഇതിൽ അത് കുറച്ചും കൂടി നന്നാക്കായിരുന്നു, ഇപ്പോൾ കാശൊക്കെ ഉള്ളതല്ലേ, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ പറയും. അപ്പോൾ കണ്ടമാനം ഫുഡ് വെച്ചെന്ന് വിചാരിച്ചു, ഇഷ്ടമുള്ള കാര്യം ഇത്രയും ഫുഡിൻ്റെ ആവശ്യമുണ്ടാവും, 2-3 ഐറ്റം വെച്ചാൽ പറ്റുന്നു. ഇതൊന്നും ഇല്ലെങ്കിൽ തീരെ കുറച്ച് ചെയ്താലോ, അപ്പോൾ പറയും ഇത്രയും പൈസ ഉണ്ടായിട്ട് ഇവർ എന്താണ് ഇത് കാണിച്ചു വെച്ചാണ്, ഇത്രയും പിശുക്കുണ്ടായതുകൊണ്ടെന്ന് പറയും. അങ്ങനെ എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഹാബിറ്റ് മലയാളികൾക്കുള്ള. അപ്പം ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് ബിസിനസ് ചെയ്യണമെങ്കിലും, ബിസിനസ് സക്സസ് ആവണമെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് നമ്മൾ ഒരു ജോലിക്കാരനായിട്ട് സ്ഥാപനത്തിൽ വരയ്ക്കുന്ന ആളായാലും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്നുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും എനർജി വൈബ് വർക്ക് ചെയ്യൂല. ഫസ്റ്റ് തന്നെ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾക്ക് ജീവിതത്തിൽ സക്സസ് ആണെങ്കിൽ നമ്മളെ മനുഷ്യരായിട്ട് കണക്ട് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സക്സസ് ആണത് നമ്മളുടെ എഫേർട്ടും നമ്മളുടെ പ്രയത്നവും മൈൻഡ് സെറ്റും ആയിരിക്കാം. പക്ഷേ പ്രാക്ടിക്കൽ ആക്കണതിന് മറ്റുള്ള കുറവുകളുള്ള നിരവധി ആൾക്കാരായിട്ട് കണക്ട് ചെയ്തേ പറ്റും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവരിൽ എങ്ങനെ വന്നാലും നന്മയുണ്ടാവും. ഇപ്പോൾ ഫാമിലി ലൈഫ് എടുത്താൽ പോലും, അല്ലെങ്കിൽ വേറെ ഏത് കാറ്റഗറി എടുത്താലും, നമ്മൊരു ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ നമ്മൾ എഴുതുക, നമ്മൾ ഡീൽ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തണേ ഇമ്മീഡിയറ്റ്, ഇപ്പോൾ ഒരു മാനേജർ ഇമ്മീഡിയറ്റ് കണക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടാവും ഇല്ലേ, അവർ 4-5 പേരാണെന്ന് വെച്ചാൽ കുറേ സൂപ്പർവൈസർമാരായിട്ടായിരിക്കും. അല്ലെങ്കിൽ സ്ഥാപനത്തിന് MD ഇമ്മീഡിയറ്റ് കണക്ട് ചെയ്യണം അവരുടെ താഴെ ഇരിക്കുന്നവരായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനോട് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ കണക്ട് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരെ എടുക്കുക. ആ ആൾക്കാരുടെ പേര് എഴുതിയിട്ട് അവരുടെ നന്മകൾ എന്തൊക്കെയാണ് കുത്തിപ്പിടിച്ചെന്ന് ആലോചിച്ചിട്ട് എഴുതിയോ, കിട്ടും, നന്മ കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ എഴുതി വെക്കാൻ തയ്യാറായ നന്മ കിട്ടും. ആ നന്മ എഴുതി വെച്ചിട്ട് ആ നന്മനെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ആ നന്മ കണ്ടിട്ട് നന്മനെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നന്മനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അവരായിട്ട് ഡീൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചിന്താഗതി, നമ്മുടെ ഫ്രീക്വൻസി, എനർജിയൊക്കെ പോസിറ്റീവായിട്ട് വരും. ആ ഇടപെടുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ പോസിറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ മനോജ് ഒന്ന് നമുക്ക് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ആ വൈബാണ് അവന് കിട്ടുന്നത്. ആ വൈബ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ അവനത് ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ള മൈൻഡ്. അതല്ലാണ്ട് ഇപ്പോൾ മനോജ് ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ എന്താ മനോജ് കാണിച്ചു ശ്രദ്ധിക്കണ്ടേ, തെറ്റ് പറ്റിപ്പോയി ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം. ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ ഫാമിലി പ്രോബ്ലം തന്നെ, ഇപ്പോൾ ഞാൻ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അറ്റൻഡ് ചെയ്യണതാണ്. അപ്പോൾ അവിടെ മീൻസ് എൻ്റെ ട്രെയിനിങ്ങിൽ ഓൾറെഡി എല്ലാം ഇൻക്ലൂഡാണ്. ഒരു വ്യക്തി എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വന്നാൽ അയാളുടെ ഫാമിലി ലൈഫിലുള്ളത്, ഫിസിക്കൽ ലൈഫിലുള്ളത്, അതല്ലെങ്കിൽ ബിസിനസ്സിലുള്ളത്, A to Z കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെന്നുള്ള, ഫിസിക്കൽ ഹെൽത്തിന് വരെയുണ്ട്, മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഫാമിലി പ്രോബ്ലമായിട്ട് ഒരാൾ വരുമ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭർത്താവ് എന്താ പറഞ്ഞ അയാളിങ്ങനെയാണ്, അത് ഇങ്ങനെ രണ്ടുപേരും റിപ്പീറ്റ് അടിച്ചിട്ട് ഈ നെഗറ്റീവ് കേട്ടുകൊണ്ടിരിക്കും. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വരാനുള്ള കോമൺ ഇൻസിഡൻസ് ഉണ്ട്, അത് കോമണാണ്. അല്ലാണ്ട് തന്നെ ഈ ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരണം, അതായത് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം. അതാണെങ്കിൽ നമുക്ക് പേഴ്സണലി ചോദിക്കാം, ഇന്നാണ്. പക്ഷെ അത് ചോദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ പറയേണ്ട കാര്യമില്ല. ഇതുവരെ ഉണ്ടായത് ഉണ്ടായി പോട്ടെ, ഇനി തൊട്ട് നമ്മളിങ്ങനെ വന്ന ഇയാളിൽ കുറേ നന്മയുണ്ട്. ഇപ്പം ഞാൻ പണ്ട്, ഇപ്പോൾ വളരെ കുറവാണ്, പണ്ട് ഫാമിലി പ്രോബ്ലം ഞാൻ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്തേക്കണം. അതിൽ മേജറായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ഉണ്ട്. അപ്പോൾ എന്നെ ഓൾറെഡി ഒരു ആൾ കണക്ട് ചെയ്യണം, ബെന്നി ഇന്ന പോലെ ഒരു വലിയ അവസ്ഥയിലാണ് ഞാൻ നിൽക്കണം, എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, വലിയൊരു സ്ഥാപനത്തിൽ ഞങ്ങളെ സ്റ്റാഫാണ്, അവൻ്റെ സ്റ്റാഫാണ്. അപ്പോൾ അവൻ ഭാര്യയുടെ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞു. ഭാര്യ പറയണ എന്നെ ഇറക്കി വിട്ടാൽ ഞാൻ നേരെ എന്താ റെയിൽവേ ട്രാക്കിൽ പോയി തലവെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് പോയില്ലെങ്കിൽ ഞാൻ ഫാനൊക്കെ ഇട്ടിട്ട് മൂന്ന് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ. ഇങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവൻ്റെ 2 വീട്ടുകാരും വന്നോണ്ട് നിൽക്കുന്നത്. ആരൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഒന്നിക്കൂല. ഈ ലേഡിക്ക് ഓക്കെയാണ്, ലേഡിക്ക് ഞാൻ എന്നോട് ക്ഷമിക്കണം, അത് വേറൊരു ആരോടും എന്തോ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവമാണ്. അത് കുട്ടീനെ ആക്കാൻ പോകുമ്പോൾ ഏതോ ഒരാളായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ്, അപ്പോൾ ആൾക്കാർ പറഞ്ഞ് നിന്റെ ഭാര്യ നിന്നെ വേറെ ഒരാളായിട്ട് കമ്പനി അടിച്ച് കിടക്കണമെന്നൊക്കെ പറഞ്ഞു വരുത്തി. അതാണ് പ്രശ്നം, അതിൻ്റെ പേരിലാണ് ഇത്രയും രൂക്ഷമായത്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ
പയ്യൻ, അതായത് ചെക്കൻ എന്താ സംഭവിക്കണം, എനിക്ക് ഇവിടെ വേണ്ടെന്നതിന്. അപ്പോൾ ഈ ജോലി ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ളതാണ്. ആ ആൾ വരെ നേരിട്ട് പറഞ്ഞു നോക്കിയിട്ട് സമ്മതിക്കില്ല. അങ്ങനെ ഇവർ പലത് അന്വേഷിച്ചാണ് എൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബെന്നി ഇങ്ങനെ ഒരു കേസാണ്, ബെന്നി ഒന്ന് വന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ബെന്നി സംസാരിച്ച് ഓക്കെ ആവില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സംസാരിക്കാൻ ചെല്ലുന്ന എന്തിനാ, ഇവരെ ഒന്നിപ്പിക്കാനല്ലേ. അതാണ് ഈ കുടുംബനാഥൻ്റെ മൈൻഡ്, ഈ ചെക്കൻ അവൻ്റെ ഒരു. അപ്പം എനിക്ക് അവനോട് വൈബ്, അത് അവൻ എൻ്റെ വൈബ് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ കുറേ ഇങ്ങനത്തെ രീതിയിൽ, അതെ കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അതൊക്കെ തെറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്ക്, ഇതാണ് സാധാരണ പറയുന്ന ആൾക്കാർ. ഈ രീതിയൊന്നും അവൻ എടുക്കൂല. അതാണ് കുറെ എനിക്ക് മുമ്പ് വന്നേക്കുന്ന ആൾക്കാർ അതായിരിക്കുമല്ലോ പറഞ്ഞേക്കണം. ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി വൈബ് ഇവന്, എൻ്റെ വൈബ് ഇവനെ അട്രാക്ട് ചെയ്യും. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് പേഴ്സണലി എന്നിട്ടുണ്ട്, ഞാനൊരു കാര്യം പറയാം, ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ എന്നെ കൊണ്ടുവന്നേക്കണം എന്താണെന്ന് അറിയാമോ? ഇല്ല, നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ. മീൻസ് ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. കാരണം ആദ്യം ഇന്ററാക്ട് ചെയ്യേണ്ട ആരാണ്, ഇവനെ സമ്മതിപ്പിക്കണം ആദ്യം, എന്നാലല്ലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഒന്നിപ്പിക്കാം. ഞാനുള്ള സത്യാവസ്ഥ പറയും. താങ്കൾ പറയണ കേട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പം എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് വെച്ചിട്ട് താങ്കളുടെ ഭാഗത്താണ് 100% ശരിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു കാര്യം സംസാരിച്ചിട്ട് താങ്കളുടെ ആ തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുള്ളൂ. അതിപ്പോൾ അവരോട് പറയണ്ട, മനസ്സിലായി? കാരണം തൻ്റെ ഭാഗത്ത് നിരവധി ശരികളുണ്ട്. ആ ശരികൾ വെച്ചിട്ട് എനിക്ക് താങ്കളെ സപ്പോർട്ട് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ട്. അപ്പോൾ അവന് ഇൻട്രസ്റ്റ് ആയി. മറ്റവരെന്താ പറയുക, അതെ അതിപ്പോൾ ഭാര്യയൊക്കെ എല്ലാവർക്കും ഉണ്ടായി, ഇപ്പം നിൻ്റെ പേരില്ല, നീ മദ്യപിക്കൂലേ, നീ മദ്യപിക്കോ, അത് മദ്യപിക്കും. അപ്പോൾ അത് വെച്ച് ഇപ്പോൾ അവളിപ്പോൾ അങ്ങനെ പോകുന്നത് വെച്ചാൽ വേറെ തെളിവൊന്നുമില്ലല്ലോ, അങ്ങനെ ആൾക്കാർ പറയാനായിട്ട് എന്താ. അപ്പോൾ ഇവന് വൈബ് കിട്ടണ നെഗറ്റീവാണ്. അപ്പം ഞാൻ അവനോട് പറയണ ഇതാണ്, തന്നോട് ഇപ്പോൾ തന്നെക്കുറിച്ച് പറഞ്ഞ് കേട്ടപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ പറയാം താൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കേണ്ടാണെങ്കിൽ ഒഴിവാക്കാൻ തന്നെ ചെയ്താൽ മതി, അത് നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം, മാറി സംസാരിക്കാം. അവന് ഇൻട്രസ്റ്റ് ആയി. ഞാൻ പറയാൻ പറഞ്ഞ എന്താണ്, സ്റ്റാർട്ടിങ് ഒരു സാധനം കിട്ടും. നമ്മളൊരു കമ്പനിയുടെ MD ആയിരിക്കുമ്പോൾ, മാനേജർ ആയിരിക്കുമ്പോൾ നമ്മുടെ സ്നേഹത്തോടെ നമ്മളെ കേൾക്കാനുള്ള മൈൻഡ്, നമ്മൾ പറയാനുള്ള അനുസരിക്കാനുള്ള മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിവുണ്ടാകണം നമുക്ക്. അതിന് നമ്മളുടെ ബിഹേവിയർ മാറ്റിയേ പറ്റൂ. ഞാൻ അങ്ങനെ ഡീൽ ചെയ്തുകൊണ്ടാണ് അവൻ അവിടെ ഇൻട്രസ്റ്റ് ആയി അവന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കൾ ശരിക്കും നല്ല സ്ട്രേറ്റ് ചെയ്തായിട്ടുള്ള ആളാണ്, ഒരു കാര്യം ചെയ്യും, എൻ്റെ വൈഫിനോട് ഞാൻ സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. അപ്പം കേട്ടത് വെച്ചിട്ട് നിങ്ങൾ പിരിയണേനെയല്ലോ, വൈഫിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വൈഫിനോട് സംസാരിച്ച് വൈഫിനെ കുറിച്ച് കുറേ ഐഡിയ കിട്ടിയല്ലേ. അപ്പം വൈഫിൻ്റെ കുറേ ക്വാളിറ്റികൾ എനിക്ക് കിട്ടി. ആ ക്വാളിറ്റി വെച്ചിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് വന്നിട്ട് രണ്ടുപേരോട് സംസാരിച്ചു. ഇവൻ്റെ അടുത്ത് വീണ്ടും മീറ്റിംഗ്. ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ അവളുടെ മുമ്പിൽ താനാണ് ദൈവം. പിന്നെ മറ്റവൻ കുറച്ച് ട്രാപ്പിറക്കി വന്നാണ്, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ വൈഫിൻ്റെ നിരവധി ക്വാളിറ്റികൾ ഇവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. വൈഫിന് ഇവൻ പറയുന്ന കുറവുകളില്ലേ, അതിലും ക്വാളിറ്റികൾ പറഞ്ഞാൽ ഇന്ന ക്വാളിറ്റികൾ ഉണ്ട് വൈഫിന്. അതുകൂടാണ്ട് തന്നെ കുറിച്ചുള്ള വൈഫിൻ്റെ ആറ്റിറ്റ്യൂഡ് പറഞ്ഞ് പൊട്ടിക്കറിയണമായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം, കാരണം എനിക്ക് എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്ത് വേറെ ആളെയും കാണാൻ പറ്റില്ല. പക്ഷെ എന്നോട് സംസാരിക്കുമ്പോൾ ഇതാണ്, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ചേട്ടൻ അത് പറഞ്ഞിട്ട് കേൾക്കണില്ല. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്നറിയാം, ഞാൻ അത്ര സ്നേഹിക്കണ ആ ചേട്ടൻ്റെ ആഗ്രഹം. ഇപ്പം സാറ് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു മൈൻഡ് വന്നു. സാറായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ചേട്ടന് ഞാൻ ഭാരമാണെങ്കിൽ, എന്നെക്കുറിച്ച് ജീവിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. സാറ് പറഞ്ഞു. അതിനു മുമ്പ് വരെ ഞാനത് ആത്മഹത്യ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ ചേട്ടന് ഇഷ്ടം, അതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. എന്താണ്, എനിക്ക് മക്കളുണ്ട്, ചേട്ടനായിട്ട് കുറേ ആൾ ഒരുമിച്ച് ജീവിച്ചാണ്, അത് മതി എനിക്ക് ജീവിക്കാം. ഞാൻ മരിക്കണ തീരുമാനം മാറ്റി, ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. കാരണം ചേട്ടന് സമാധാനം കിട്ടുമല്ലോ, ചേട്ടന് ഇഷ്ടമില്ലല്ലോ. അപ്പോൾ സാറൊന്നും അത് പറഞ്ഞേക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ഇവൻ്റെ സങ്കടം പനി മനസ്സിലായോ. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വൈഫ് മാറാൻ തുടങ്ങി. അതായത് വൈഫ് ഇവനെക്കുറിച്ച് പറയുന്ന പോസിറ്റീവ്സാണ് ഇവനോട് പറഞ്ഞത്. വൈഫിൻ്റെ മൈൻഡിൽ ഇവനെക്കുറിച്ചുള്ള എന്തെല്ലാം പോസിറ്റീവ് ഉണ്ട് അത് മൊത്തം ഞാൻ ഇവനെ പറഞ്ഞു ബോധിപ്പെടും. വൈഫിന് തന്നെക്കുറിച്ചുള്ള പോസിറ്റീവ്സ്. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ എന്തെല്ലാം പോസിറ്റീവാണ് വൈഫിനെ കുറിച്ചുള്ള അത് നേരെയെന്ന് വൈഫിന് പറഞ്ഞു മനസ്സിലായി. ഒരു കാര്യം പറയാൻ കേട്ടോ, തന്നെപ്പറ്റി പുള്ളി പറയണ കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഒരുമിച്ച് ചോദിച്ചു. അപ്പോഴിവിടെ കരയണ എന്താ പറയും, എൻ്റെ സാറേ ഞാൻ ഇനി ഒരു വിധത്തിൽ ഇങ്ങനെയുള്ള ആര് വന്നാലും അങ്ങനെ സംസാരിക്കാനൊന്നും പോകില്ല, എൻ്റെ ദൈവമാണ് എൻ്റെ. അതായത് അവളുടെ ശരിക്കും ഭർത്താവിൻ്റെ പ്ലസ് എടുക്കണേണ്. അപ്പം പക്ഷെ കുറവ് എന്തൊക്കെയാണ്, മദ്യപിക്കും, അങ്ങനെ കുറേ കാര്യം. ഞാൻ പ്ലസ് എടുക്കും. നിങ്ങളെ കൊണ്ടുപോകാറില്ല, ബീച്ചിൽ അവിടെയൊക്കെ കൊണ്ടുപോകാറില്ല, ഉണ്ട്, ഓക്കെ. നിങ്ങളെ ഫുഡ് മേടിച്ചു തരല്ലേ, ഉണ്ട്. ഇവിടുത്തെ എല്ലാ ചിലവ് നടത്താറില്ല.
ശരിയാണ്, നിരവധി കുറവുകളുണ്ട്. എന്ന് കരുതി ആ കുറവ് നികത്താൻ വേണ്ടി വേറൊരാളിലേക്ക് നമ്മൾ പോയി അങ്ങനത്തെ രീതി പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഇവിടെ ആ ഫാമിലി ലൈഫിൻ്റെ ഉദാഹരണം പറഞ്ഞത്രേ ഉള്ളൂ. അവിടെ രണ്ടുപേരും ഭാര്യയുടെ കുറവ് പോസിറ്റീവ് എന്താണെന്ന് ഭർത്താവിന് ബോധ്യപ്പെടുത്തി, ഭാര്യക്കുള്ള പോസിറ്റീവ് എന്താണെന്ന് സ്വയം കണ്ടുപിടിക്കാൻ അയാൾക്ക് പറ്റണ്ടായില്ല. ഭാര്യയ്ക്ക് എന്തെല്ലാം നന്മകളുണ്ടെന്ന് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അതുപോലെ ഭർത്താവിന് എന്തെല്ലാം നന്മകളുണ്ടെന്ന് ഭാര്യനെയും ബോധ്യപ്പെടുത്തി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരുമിക്കാൻ തീരുമാനിച്ചു. കുറേ ടൈം എടുത്തായി, അങ്ങനെ ഞാൻ അവിടെ ഒന്നിപ്പിച്ചു. അപ്പോൾ ഇവിടെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇതുപോലെ നിരവധി കുറവുകളാണ്. അവരുടെ ആ കുറവുകൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന കുറവുകളുണ്ട്, നിങ്ങൾ ഈ കുറവെല്ലാം ശരിയാക്കിയില്ലെങ്കിൽ ഇങ്ങനെ ആവില്ല എന്നുള്ളതെല്ലാം പറഞ്ഞു. നിങ്ങൾക്കുള്ള കഴിവ് എന്താണ്, നിങ്ങളുടെ പവർ എന്താണെന്നുള്ളതും അവരെ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്ന ക്ലാസ്സുകൾ. അതായത് നിങ്ങൾക്ക് എന്തല്ല, ഇപ്പം അവർ വന്നാൽ സാറേ ഇങ്ങനെ പ്രശ്നമാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതാണ് ജോലി പ്രശ്നമാണ്, അവിടെ പ്രശ്നമാണ്, ഇതെല്ലാം പറയുമ്പോൾ നമ്മളുടെ കഴിവ് എന്താണെന്ന് ബോധ്യപ്പെടുത്തുക. ആദ്യം നമ്മളുടെ കഴിവ് എന്താണ് ഇത് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ എന്താ പറയുക, ഇതുപോലെ കഴിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അവരറിയാത്തതുകൊണ്ടും അവർ ഉപയോഗിക്കപ്പെടാത്തതുകൊണ്ടുമാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നതും അവരുദ്ദേശിക്കണ പോലെ പോകാത്തതും. അപ്പോൾ നമ്മളുടെ കഴിവ് കണ്ടെത്തണ പോലെ തന്നെ മറ്റുള്ളവർക്കും ഇതുപോലെ ആകാൻ പറ്റും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എത്തണം. ഇപ്പം ആൾക്കാർ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെയിനറാണ് അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഹൈപ്പിലൊക്കെയാണ് വന്നത്. ഞാൻ പറയുന്നത് ഇവിടെ ഒരു ഹൈപ്പ് എനിക്കില്ല, ഞാൻ ശരിക്കും ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണ, എനിക്ക് യൂണിവേഴ്സ് തന്നെ ഒരു ഗിഫ്റ്റാണ് ഈ ലൈഫ്. ശരിക്കും ഞാൻ എവിടെ കിടന്നവനായിരുന്നു. ഞാനിപ്പോൾ പറയും ജോത്സ്യന്മാരുടെ അടുത്ത് പോയി ജോത്സ്യം നോക്കൂ, ബെന്നീസ് നോ മോർ എന്ന് പറയും. ഇയാൾ ജീവിച്ചിരിപ്പില്ല. അപ്പം ജീവിച്ചിരിപ്പില്ല, മരിച്ചു പോയ ആൾക്ക് വീണ്ടും ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും മേന്മ വായിക്കാനുണ്ടോ, എനിക്ക് എന്തെങ്കിലും ക്വാളിറ്റി പറയാനുണ്ടോ? ഒരു ക്വാളിറ്റിയും പറയാനില്ല. എൻ്റെ കഴിവെന്നും പറഞ്ഞ് ഞാൻ ചെയ്തതെല്ലാം വിഡ്ഢിത്തരങ്ങളായിരുന്നു. ശരി, എൻ്റെ കഴിവെന്നും പറഞ്ഞ് എൻ്റെ അഹങ്കാരത്തിൻ്റെ പുറകിൽ ഞാൻ പോയപ്പോൾ എന്ത് പറ്റി? ഞാൻ കൂടുതൽ തകർച്ചയിലോട്ട് പോയി. അപ്പോൾ ഓരോ മനുഷ്യർക്കും ഉള്ള കഴിവെന്ന് പറയണത് നമ്മളുടെ ബുദ്ധിയുടെ ഇതിൽ അഹങ്കരിച്ച് പറയേണ്ടതല്ല, ഇതെല്ലാം യൂണിവേഴ്സ് തന്നെ ഗിഫ്റ്റാണ്. അപ്പോൾ ആ യൂണിവേഴ്സൽ പവർ നമ്മളിൽ കയറി മേയണമെങ്കിൽ, ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളിൽ കയറി അർമാദിച്ച് നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലെല്ലാം സ്മൂത്തായിട്ട് പോയി പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള കഴിവ്. പ്രശ്നങ്ങൾ വരാണ്ടിരിക്കില്ല, ഒരു ബിസിനസ്സുകാരൻ കുറേയധികം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം, പക്ഷെ അത് അയാളുടെ ജീവിതത്തെ തകർക്കില്ല, അയാളെ മെൻ്റലി ബാധിക്കില്ല, ബിസിനസ്സിനെ ബാധിക്കില്ല, അത്രയും മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലോട്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണോന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണം, നമ്മൾക്ക് പവറുണ്ട് കഴിവുണ്ട് എന്ന് പറയുന്നത് പോലെ ജീവനുള്ള എല്ലാ മനുഷ്യർക്കും ഈ കഴിവും പവറുണ്ട്. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭീകര റിസൾട്ടുകൾ ഉണ്ടാക്കും. അപ്പം മറ്റുള്ളവരുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. അപ്പം മാത്രമേ ലീഡർ ആവുള്ളൂ, അപ്പം മാത്രമേ ബിസിനസ് ഓണർ ആവുള്ളൂ, അപ്പം മാത്രമേ ഒരു മാനേജർ ആവുള്ളൂ, അപ്പം മാത്രമേ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആവുള്ളൂ. അപ്പം ഒരു വ്യക്തിബന്ധങ്ങൾ പോലും ഇത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഏതൊരു മനുഷ്യരിലും നമ്മൾ നെഗറ്റീവ് കാണാണ്ട് പ്ലസ് കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഡീലിംഗ് ആൾക്കാരുകൾ തെറ്റുകൾ ചെയ്യുമ്പോൾ, കുറവുകൾ ചെയ്യുമ്പോൾ അവരുടെ ആ കുറവ് കാണാണ്ട് ചിലപ്പോൾ അന്നേരം പറഞ്ഞു പോകും, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ബിഗിനർ സ്റ്റൈൽ, അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിതെല്ലാം പറയുമ്പോൾ ഞാനിതെല്ലാം തികഞ്ഞ ആളാണെന്നും ഞാനിതിലൊക്കെ ഭയങ്കര പക്കയാണെന്ന് പറയണ്ട. ഞാനും എല്ലാ ദിവസവും ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കും കുറവുകളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് വളരെയധികം ഡിഫറൻ്റ് ആയി കഴിഞ്ഞു, ഭയങ്കര അധികം ചേഞ്ച് എങ്കിലും വന്നു കഴിഞ്ഞു. കാരണം ഇപ്പോഴും ഞാൻ ആയിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ ഇന്നും എനിക്ക് നിലനിൽക്കണം. കാരണം എനിക്ക് എൻ്റെ ഇമോഷനെ അല്ലെങ്കിൽ ഈ പവറിനൊക്കെ മാനേജ് ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് കീപ്പ് ചെയ്യണം. ഇപ്പം എൻ്റെ ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് പോലും ഞാൻ അവരുടെ കുറവുകളേക്കാൾ കൂടുതൽ അവരുടെ നന്മകളും പ്ലസ്സും അവരെ പറഞ്ഞ് അവരെ എക്സ്പീരിയൻസ് ചെയ്ത്, അത് പറഞ്ഞ് മാത്രമല്ല അവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, അതിൻ്റെ എനർജിയുടെ വൈബ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലോട്ടാക്കണം. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടോപ്പിക്ക് മാത്രമാണ്. ഇതുപോലത്തെ നിരവധി ചേരുവകൾ ചേർന്നാണ് സക്സസ് എന്ന് പറയുന്നത്. അങ്ങോട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് കയറി വന്നാണതല്ല ശരി. ഒരാൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ എത്തണമെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും അവിടെ എല്ലാം നമുക്ക് സമാധാനവും അതുപോലെ ജീവിതം ആസ്വദിക്കുന്ന രീതിയിലും സ്ട്രഗിളില്ലാത്ത രീതിയിലൊക്കെ പോകുന്ന ഒരു ലെവലിലും എത്തണം. എന്നാൽ ബിഗിനർ സ്റ്റേജ് ഇതെല്ലാം സ്ട്രഗിളായിരിക്കും. പക്ഷെ ജീവിതകാലം മുഴുവൻ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലെവലിന് മേലെ ഒരിക്കലും പോകില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറഞ്ഞാൽ കഴിവ് കുറഞ്ഞവനും വിദ്യാഭ്യാസം കുറഞ്ഞവനും ദരിദ്രനും ഏത് കാറ്റഗറിയിലുള്ള ആൾക്കും ഈ പറഞ്ഞ വൈബും പവറും ഒക്കെ വർക്ക് ചെയ്യും. അപ്പം എല്ലാവരെയും കുറഞ്ഞതായിട്ട് നമ്മൾ കാണരുത്. ആരും കുറഞ്ഞ പുള്ളികളല്ല, എല്ലാവരും നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരാണ്. അപ്പം അവരുടെ പവർ അവർക്ക് ഉപയോഗിക്കാനാണ് അറിയില്ല. അപ്പോൾ അത് ഉപയോഗിക്കപ്പെടാനായിട്ട് നമ്മളെപ്പോലെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാർ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് ബിഹേവിയർ നന്നാക്കുക. എല്ലാ ആൾക്കാരും നന്മ കാണാനുള്ള മൈൻഡ് വരും, എല്ലാവരും പ്ലസ് കാണാനുള്ള മൈൻഡ് വരിക. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ ഡീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡിൽ അത് ഓർമ്മ വരും, ഇന്ന ആൾക്ക് ഇതിൻ്റെ ക്വാളിറ്റികളാണ്. അപ്പോൾ നമുക്ക് അവിടെ ഷൗട്ട് ചെയ്യാനുള്ള മൈൻഡ് കുറയും, വഴക്ക് പറയാനുള്ള മൈൻഡ് കുറയും. അപ്പം നല്ല രീതിക്കാവും. അപ്പം നമ്മളെപ്പോഴും ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങിൽ പോലും, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പേഴ്സണൽ ട്രെയിനിങ്, അപ്പോൾ ആ ട്രെയിനിങ്ങിൽ പോലും പല ടൈപ്പ് ആൾക്കാരാണ് വന്നത്.
ഞാൻ പറയും ഇപ്പൊ 100 പേരെടുത്താൽ 100 പേരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ പ്രശ്നങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ ജീവസാഹചര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ സാമ്പത്തിക ചുറ്റുപാട് ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ വിദ്യാഭ്യാസം അങ്ങനെ എല്ലാം ഡിഫറെന്റാ. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെല്ലാമാണ്. തീർച്ചയായിട്ടും ഞാൻ പേഴ്സണൽ ട്രെയിനിങ്ങിന് പ്രയോറിറ്റി കൊടുക്കുന്നത് പോലും ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ട്രെയിനിങ് ആകുമ്പോൾ അവരുടെ പൾസ് അറിഞ്ഞിട്ട് ലൈവ് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിപരമായിട്ട് അവർക്ക് എന്തെല്ലാം അവരനുഭവിക്കുന്നത് അത് ഓരോ ആഴ്ചയിലത്തെ ലൈഫ് വരെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് അനുഭവിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഇൻഡിവിജ്വലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ടും ചെയ്യാൻ പറ്റില്ലേ സാറിന്? ഇപ്പോ എന്താ കോമൺ ആയിട്ട് എല്ലാവരിലുള്ള ഒരു കാര്യം? ഇല്ല, ഞാനിപ്പോ കോമൺ ആയിട്ടും ഓൾറെഡി ചെയ്യണമെന്ന് സ്റ്റാർട്ട് ചെയ്യണുള്ളതൊക്കെ ഇപ്പൊ ഓൾറെഡി കുറച്ച് പേരുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ട്, കണ്ടമാനം ആൾക്കാരെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇൻഡിവിജ്വൽ ചെയ്യുമ്പോഴുള്ള വൈബ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്. അതെ അതെ, എന്റെ ക്ലാസ്സിൽ ആ ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന് പരിമിതികളുണ്ട്, എനിക്ക് അധികം പേരെ എടുക്കാൻ പറ്റില്ല. അപ്പൊ പല ആൾക്കാരും സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എടുക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അതാകുമ്പോൾ എനിക്ക് ഒരാൾക്ക് മാത്രം ചെയ്യണതുകൊണ്ട് തീരെ പൈസ കുറച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന്റെ ഇത് വെച്ചിട്ട് അത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലാണ്. പക്ഷെ ഇന്ന് കരുതി പൈസ ഇല്ലാത്തവർക്കും ഞാൻ അവസരം കൊടുക്കുന്നുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്. കാരണം അവർ അങ്ങനെ പല ആൾക്കാരും റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് ഓൺലൈൻ ക്ലാസ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കണം. അപ്പോൾ അതിൽ നിന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പായിരിക്കും, ഒരു ഗൂഗിൾ മീറ്റിലായിരിക്കും. ആ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. പക്ഷെ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഫീസ് ഡിമാൻഡ് ചെയ്യണില്ല. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിധത്തിൽ അതിനകത്ത് കൺസെഷൻ തരാൻ പറ്റില്ലെന്ന് പറയാൻ കാര്യം ഒരു വ്യക്തിക്ക് മാത്രം സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ ആൾക്കാരിൽ നിന്ന് എനിക്ക് അതിൽ നിന്ന് കുറേ ഫണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പ് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. യൂണിവേഴ്സിറ്റി എന്നെ കൊണ്ടുപോകണത് ഇതിലൂടെയൊക്കെ കൊണ്ടുപോകുന്നത് അതിലൂടെ എല്ലാം ഞാൻ പോകും. കാരണം ഇങ്ങനൊരു ട്രെയിനിങ് പോലും ആയിത്തീർന്നതാണ്. ആയിത്തീർന്ന് പറഞ്ഞ ഒരു ലേഡി എൻ്റെ അടുത്ത്, പലരും സാധാരണ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അയക്കുമ്പോഴത്തേക്കും സൈലന്റ് ആവും. ഫീസൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അവർക്കത് പറ്റില്ല, സൈലന്റ്, മറുപടി ഒന്നുമില്ല. പക്ഷെ ഒരു ചേച്ചി എൻ്റെ അടുത്ത്, ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് പ്ലാൻ ചെയ്യാനുള്ള കാര്യം, ഒരു ചേച്ചി എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് മെസ്സേജ് ഇടണേ, സാറേ എനിക്ക് സാറ് വിട്ട വോയിസൊക്കെ കേട്ടു, പക്ഷെ അങ്ങനെ അത്രയും ഫീസ് അടക്കാൻ പറ്റിയ രീതിയിലുള്ള അവസ്ഥ ഒന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് സാറിൻ്റെ ടോക്ക്, സാറിൻ്റെ ലൈവുള്ള ഈ സംസാരം കേൾക്കണം ഭയങ്കര ആഗ്രഹം. സാറോട് സാറിൻ്റെ ടോക്ക് കേട്ട് അല്ലെങ്കിൽ സാറിൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. കാരണം എൻ്റെ മീൻസ് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ഫാമിലിയിൽ, അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാളായിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ശേഷമാണ് ഇതുപോലെയുള്ള ഒരു ചേട്ടൻ ഇതുപോലെ, സാറേ ഞാൻ ഭയങ്കര രോഗാവസ്ഥയിലാണ്, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റിയ അവസ്ഥയിലാണ്, പക്ഷെ സാറിൻ്റെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇതുണ്ട്, ഞാൻ വീഡിയോസ് എല്ലാം കണ്ട് എനിക്ക് സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെന്ന് പറയുമ്പോൾ അയാൾക്കും അത് താങ്ങാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ട് ഒരു 6-8 പേര് ആദ്യം അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി ഇപ്പം ടൈമായി, യൂണിവേഴ്സ് പറയണം നീ ഇപ്പം തുടങ്ങണം ഗ്രൂപ്പ് ട്രെയിനിങ്. അങ്ങനെയാണ് ഞാൻ ഗ്രൂപ്പ് ട്രെയിനിങ് പ്ലാൻ ചെയ്യണം. അപ്പം ഈ ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഫീസ് ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ട്, എല്ലാ മാസവും ഫീസ് ഇല്ലെന്ന് വെച്ചില്ല. അതായത് പൈസ അടക്കാൻ നിവർത്തിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആരും ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കണ്ട. പൈസ ഇല്ലാത്തവർക്ക് ഫ്രീ ആണ്. അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ അടക്കാം, ഇപ്പം 100 രൂപ മാസം അടക്കാൻ പറ്റുമോ? എൻ്റെ ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങും മാസം ഫീസാണ്. അപ്പോൾ മാസം അടക്കാൻ ഒരു 100 രൂപ അടക്കാൻ നിവർത്തിയുണ്ടെങ്കിൽ 100 രൂപ അടക്കാം. അതേസമയം നിങ്ങൾക്ക് 500 രൂപ അടക്കാനുള്ള നിവർത്തിയുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അടക്കാനുള്ള നിവർത്തിയുണ്ട്, അടക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒന്നും അടക്കാനുള്ള നിവർത്തിയില്ല, നിങ്ങൾ ഒന്നും അടക്കണ്ട. നിങ്ങൾ അതിൻ്റെ പേരിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കില്ല. ഈ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. പക്ഷേ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് കഴിയുമ്പോൾ ഫീസ് ഡിമാൻഡ് ചെയ്യണതാണ്, അല്ലെങ്കിൽ ഒരു പീരീഡ് കഴിയുമ്പോൾ നിർത്തിപ്പോണതല്ല. ഇത് നിങ്ങൾക്ക്, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാനിത് ഈ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് ഈ ഒരു മെത്തേഡിൽ തന്നെ കൊടുക്കാൻ തയ്യാറാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലൊക്കെ പോയിട്ടില്ല. എനിക്കറിയാം അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരുടെ വേദനകൾ. കാരണം ഇതുപോലെ പല ട്രെയിനേഴ്സിൻ്റെയും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ ഇതുപോലെ ട്രെയിനർമാരുടെ അടുത്ത് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു ഫീസ് ഉണ്ടല്ലോ. ആരും വേല ചെയ്യുന്നവൻ കൂലിക്കർഹനാണെന്ന് പറയണ പോലെ ഒരു ഇത് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഫീസ് കൊടുക്കേണ്ടി വരും. ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഞാനിപ്പോൾ ഭയങ്കര മാൻ പവർ ചെയ്യണമല്ല, ഇതുപോലെ സൗജന്യമായിട്ട് ചെയ്യുന്ന ട്രെയിനേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മെയിനിൽ എനിക്കും തോന്നി എന്നാൽ അങ്ങനെ ഒരു ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് എത്ര ഉള്ളൂ, ഇതിനൊരു ലിമിറ്റേഷൻ ഇല്ല. ഈ ക്ലാസ് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും പോകാം. കാരണം മനുഷ്യനെ ജീവനോടത്തോളം കാലം ഒരു മെൻറ്റർ ആവശ്യമാണ് ശരിക്കും. കാരണം ഒരു കിങ് എപ്പോഴും കിങ് ആയിട്ടിരിക്കണം, എന്താ ഒരു രാജഗുരു ഉള്ളതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ഏത് രാജ്യത്തെ പ്രസിഡന്റ് നോക്കിയാലും ആ ഒരു പ്രസിഡന്റിന് ഒരു മെൻറ്റർ ഉണ്ടാവും. അതുപോലെ ഒരു മെൻറ്റർ എന്നുള്ള നിലയിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ ഇത്ര രൂപ ഫീസിന് ഡിമാൻഡ് ചെയ്യാത്ത രീതിയിൽ പൈസ ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ക്ലാസ്സുകൾ അവർക്ക് അതുപോലെ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ഒരു സർവീസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണെങ്കിലും
നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ആഡ് ചെയ്യാനും പ്രാക്ടിക്കലാക്കാനും നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളത്. അത് ശ്രമങ്ങൾ പരാജയപ്പെട്ടാലും ശ്രമിക്കാൻ പരാജയപ്പെട്ടിരുന്നത്. അപ്പൊ അങ്ങനെ പരാജയപ്പെട്ടാലും ശ്രമിച്ചുകൊണ്ടേ നമ്മൾ ശ്രമിച്ചു ഫെയിലിയറായി. ശരിക്കും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ആൾക്കാരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇപ്പൊ ഗ്രൂപ്പ് ട്രെയിനിങ് ആണെങ്കിൽ പോലും അവിടെ പേഴ്സണൽ ട്രെയിനിങ്ങിന്റെ അത്രയും ആ ഒരു ഇന്ററാക്ട് ചെയ്തിട്ടുള്ള രീതി വരില്ലെങ്കിൽ പോലും ഒരാൾക്ക് വേണ്ടത് ഇപ്പം കുറെ ചവിട്ടുപടികളങ്ങളും ജീവിതത്തിൽ അവർക്ക് പോസിറ്റീവായിട്ട് പോകാൻ എന്തായാലും അത് ഗുണം ചെയ്യും. കാരണം അത്രയും അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഈ വീഡിയോ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ചേഞ്ചസ് ലൈഫിൽ വരും. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്. മനുഷ്യരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ്, ബിസിനസ്സിലാണെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് പ്ലസ് ആയിട്ട് വരാനായിട്ട്, അതിലെല്ലാം ഡെവലപ്മെന്റ്സ് ഉണ്ടാകാനായിട്ട്, ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേഷനിലാണെങ്കിലും ഒക്കെ ഡെവലപ്മെന്റ് വരാനായിട്ട് നമ്മൾ കുറവുകൾ കാണാണ്ട് അവരുടെ നന്മകൾ കാണാനുള്ള ആറ്റിറ്റ്യൂഡിലോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലൈഫ് ആക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ എന്ത് തന്നെയാണ് നമുക്ക് വേറെ സംശയമൊന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടോപ്പിക് കൂടെ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും പറഞ്ഞപ്പോ ഏകദേശം എനിക്ക് മനസ്സിലായി. നമ്മളെപ്പോഴും ചുറ്റിനുള്ളവരുടെ നെഗറ്റീവ് കാണാതെ കൂടുതലും പോസിറ്റീവ് കാണുമ്പോഴേക്കും നമ്മുടെ വൈബ് പോസിറ്റീവ് ആവും, അവരുടെ വൈബ് പോസിറ്റീവ് ആവും. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ഇന്ന് സാറ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ ചുറ്റിനുള്ളവരെ കാണാൻ ശ്രമിക്കുക. അവരവർക്കുള്ള പ്ലസ് ചിലർക്ക് നമ്മുടെ പ്ലസ് മനസ്സിലാവും, പക്ഷെ ചുറ്റിനുള്ളവരുടെ പ്ലസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ അടുത്ത വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഇപ്പൊ സാറ് പുതിയതായിട്ടൊരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പേഴ്സണൽ ട്രെയിനിങ് ആയിരുന്നു, ഇപ്പൊ കോമൺ ആയിട്ടൊരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഗ്രൂപ്പ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർക്ക്, ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് പേഴ്സണലി നമുക്ക് ഈ ട്രെയിനിങ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മളുടെ അറിവിൽ പേഴ്സണലി കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അവർക്ക് പേ ചെയ്തിട്ട് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിലൊരു ഇന്ന എമൗണ്ടിലെ ഫീസ് തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഫീസ് പേ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഫീസ് ഇല്ലാതെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ സർ? അതെ അതെ, തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വെക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചാരിറ്റി മൈൻഡിലാണ് ഞാനത് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ അത്രയും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോയാളാണ്. അപ്പോൾ ഇതുപോലെ വീഡിയോസ് കണ്ടിട്ട് എന്നെ ഞാൻ പലരും വിളിക്കാറുണ്ട്, സാറേ ഇങ്ങനെ. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ അന്നേരം ഇൻഡിവിജ്വൽ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലരും ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ മൈൻഡിലുണ്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യാന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഒത്തുവന്നില്ല. കാരണം ഒന്നാമത് ഇതിൽ തന്നെ ഞാൻ ഫുൾ എൻഗേജ്ഡാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, വീഡിയോ പറഞ്ഞ ഒരു ചേച്ചിയുടെ വിഷമം, ആ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. ഇതുപോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവരും ആഗ്രഹിക്കണം എൻ്റെ ക്ലാസ്. അപ്പോൾ അതുപോലുള്ള ആൾക്കാർക്ക് അവർക്ക് എൻ്റെ ക്ലാസ് കിട്ടിയാൽ മതി എന്ന് പറയണം. എനിക്ക് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, സാറിന് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ അങ്ങനെ തോന്നിയാണ്. അപ്പം പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം പേരുണ്ട്. എന്നാൽ അവർക്ക് ആഗ്രഹമുണ്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു പൈസ ഒരു തടസ്സമായിട്ട് വരാത്ത രീതിയിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഇത് എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ട, പരമാവധി ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തട്ടെ. ഒരു ചാരിറ്റി മൈൻഡിലാണ് ഞാനിങ്ങനെ ചെയ്യണം. ഒരു ഡിമാൻഡ് ഫീസ് ഇല്ലാത്ത രീതിയിൽ, ഒരു നിർദ്ധരായിട്ടുള്ള ആൾക്കാർ, ഒരു ചിലപ്പോൾ നിത്യച്ചെലവിന് പോലും വരുമാനം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏതൊരു മനുഷ്യനും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. പൈസ ഇല്ലാത്തൊരു കാരണമായിരുന്നു. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് ഇപ്പോൾ ചെയ്യണം. അപ്പോൾ പറഞ്ഞ പോലെ പരമാവധി ആളുകളിലേക്ക് എത്താനുള്ള രീതി ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു സർവീസ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ സാറിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സാറിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്ത് സാറിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.